കോഴിക്കോട് ബേപ്പൂർ സ്വദേശിനിയുടെ 36 പവൻ സ്വർണവുമായി കടന്നുകളഞ്ഞ പ്രതി മുംബൈയിൽ പിടിയിൽ. ആന്ധ്ര വിജയവാഡ സ്വദേശിനി തോട്ട ബാനു സൗജന്യ ആണ് പിടിയിലായത്. ഗോപിക അരവിന്ദന്റെ വിശദാംശങ്ങൾ നൽകാനായി. ഗോപിക, എപ്പോഴാണ് ഇവർ പിടിയിലാകുന്നത്? ഇവരെ കേരളത്തിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? ജീന, ഇവർ ഈ മോഷണം നടക്കുന്നത് ജൂലൈ 19-നാണ്. ഇവരുടെ സുഹൃത്തായ ബേപ്പൂർ സ്വദേശിനി ഗായത്രിയുടെ വീട്ടിൽ ഇവർ സ്ഥിരമായി വന്ന് താമസിക്കാറുണ്ട്. ഇവർ രണ്ടുപേരും പി ജി കോഴ്സ് ഒരുമിച്ച് ബംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. എല്ലാ യാത്രാ സമയത്തും അല്ലെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കുമായി ഈ കുട്ടി സ്ഥിരമായി ഗായത്രിയുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ 36 പവൻ സ്വർണവുമായി ഇവർ കടന്നു കളഞ്ഞത്. ഇതിനെ തുടർന്ന് ഈ പരാതി ലഭിച്ചെങ്കിലും ഇവരെ കുറെ കാലമായി പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കൂടുതൽ വിവരങ്ങൾ തേടി ബേപ്പൂർ പോലീസ് അന്വേഷണത്തിനായി ഇറങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് ഇവർ കോളേജിൽ എത്തി കോളേജ് അധികൃതരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇവർ ഗുജറാത്തിൽ പട്ടാളത്തിൽ ചേരാൻ പോവുകയാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ഇവർ നാടുവിടുകയായിരുന്നു സൗജന്യ. ആ സമയത്താണ് ഈ ഗുജറാത്തിൽ എത്തിയിരുന്ന റിപ്പോർട്ട് പോലീസിന് ലഭിക്കുകയും അവിടെ എത്തി ഫറോക്ക് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതും. എന്തായാലും ഈ മോഷ്ടിച്ച സ്വർണം ഇവർ പണയം വെച്ച് ഇവർ താൻസാനിയയിലേക്ക് കടക്കുവാനുള്ള പദ്ധതിയായിരുന്നു എന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ച നിഗമനം. എന്തായാലും കൂടുതൽ തെളിവെടുപ്പിനായി ഇവരെ നാളെ കേരളത്തിൽ എത്തിക്കും. ജീന. ശരി ഗോപിക.